കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 66-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെക്കുറിച്ച്, പ്രയാസഘട്ടത്തെക്കുറിച്ച് വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട ഒരു കാര്യം, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര തന്നെ നമ്മൾ ഉപവസിച്ചാലും, എത്ര തന്നെ നമ്മൾ കരഞ്ഞാലും ചില പ്രശ്നങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ശത്രുമണ്ഡലങ്ങൾ സ്തോത്രം നമ്മളെ വിട്ടത് മാറത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലേ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോം എന്ന് പറഞ്ഞ 3 യൗവനക്കാരെ തീക്കകത്ത് ഇട്ടതിന് ശേഷമാണ് അവർ ദൈവപ്രവൃത്തി കണ്ടത്. അതിന് മുമ്പ് ഒരു പക്ഷേ തീ ഉണ്ടാക്കാതിരിക്കാം, വേറെ മാധ്യമങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കാം, നെബൂഖദ്നേസർ രാജാവിൻ്റെ ഉള്ളത്തിനകത്ത് ഇവരോട് കരുണ തോന്നിപ്പിക്കുക, ഇതൊക്കെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷേ ഇതൊന്നും ദൈവം ചെയ്തില്ല. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിൽ ഈ യൗവനക്കാർ വീഴുകയാണ് ചെയ്തത്, അല്ലേ? എപ്പോഴാണ് ദൈവപ്രവൃത്തി അവർ കണ്ടത്? വീണതിന് ശേഷം, ആ തീക്കകത്ത് അവർ ആയതിന് ശേഷമാണ് നാലാമനായ ദൈവത്തിൻ്റെ കരം അവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും, ചില പ്രതിസന്ധികളിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും, ചില കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. യോർദാനെ നീ അതിലൂടെ നടക്കേണ്ടതായിട്ട് വരും, ചെങ്കടലിൻ്റെ നടുവിലൂടെ പോകേണ്ടതായിട്ട് വരും എന്നതുപോലെ ചില പ്രയാസങ്ങൾ. അതാണ് സങ്കീർത്തനക്കാരൻ 66-ൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. എന്തുവാ എൻ്റെ അർത്ഥം? അയ്യോ, തലമേൽ കയറുന്ന ഒരു അനുഭവം നിങ്ങളും ചിന്തിച്ചു. നമ്മളൊക്കെ സാധാരണ പറയുന്നൊരു കാര്യമാണ്, അല്ലേ? എൻ്റെ തലയിൽ ചവിട്ടുവാൻ ഞാൻ ആരും എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്തുവാ? മനുഷ്യരെ തലയിൽ കൂടെ സ്തോത്രമല്ലേലൂയ ഓടിക്കുമാറാക്കിയെന്ന്, ചവിട്ടിയെന്നല്ല, കയറി ഓടുകയാണ് തലയുടെ പുറത്തൂടെ, അല്ലേ? നമ്മളെ ഒതുക്കുന്ന തരത്തിൽ, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന മേഖലകൾ അവിടെ വരികയാണ്. അടുത്ത് പറയുന്നു, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. അപ്പോൾ തീയിൽ നിന്നുള്ള പ്രയാസം, വെള്ളത്തിൽ നിന്നുള്ള പ്രയാസം. അടുത്ത് പറയുകയാണ്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീയിലൂടെ കടക്കേണ്ടി വന്നാൽ, മനുഷ്യർ നമ്മുടെ തലമേൽ ചവിട്ടിക്കേറിയാലും ഭാരപ്പെട്ടു പോകേണ്ട, വ്യാകുലപ്പെട്ടു പോകേണ്ട, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, പുറത്തുനിന്നോ അകത്തുനിന്നോ, നമ്മൾ ചിന്തിക്കുന്നതോ ചിന്തിക്കാത്തതോ പ്രതീക്ഷിക്കാത്തതുമായ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് പ്രയാസങ്ങൾ കടന്നു വന്നാലും ഭാരപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ അത്ഭുതകരമായി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. കഷ്ടത നിങ്ങളെ തകർക്കാനല്ല, പ്രയാസം നിങ്ങളെ തകർക്കാനല്ല, പ്രതികൂലം നിങ്ങളെ തകർക്കാനല്ല, അതിലൂടെ കടക്കുമ്പോൾ ഒരു സമൃദ്ധി നിന്നെ തേടി വരുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടി മറയ്ക്കണം, അനുഗ്രഹത്തോടെ നടത്തും, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. കഷ്ടതകൾ അതിജീവിക്കാനുള്ള കൃപ സ്വർഗം നൽകി തരും. മഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. സ്തോത്രം.